മഴക്കാലമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് നിറച്ച് പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ഈ 10 മണി അല്ലെങ്കിൽ പോർട്ടുലാക്ക എന്നൊക്കെ പറയുന്ന ഈ ചെടി. ടേബിൾ റോസ് എന്ന് പറയും. അപ്പം ഇത് ഞാൻ ഓൺലൈനിൽ എൻ്റെ പോർട്ടുലാക്ക എല്ലാം പോയി. അതേസമയം പർസ്ലൈൻ കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ പോർട്ടുലാക്കയുടെ ഞാൻ കുറച്ച് ഓൺലൈൻ പർച്ചേസ് ചെയ്തതാട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ ചെടി ഓർഡർ കൊടുക്കാം. ഇത് ഇതേപോലെ 2 കട്ടിങ്സ്, ഒരു കളറ്, അത് 10 രൂപയാണ്. അങ്ങനെ 30 കളറുണ്ട്. ഈ 30 കളറും ഈ 2 കട്ടിങ്സ് വീതം തരും. അതിന് 300 രൂപയാണ് വില, പ്ലസ് CC. അപ്പോൾ ഇതെനിക്ക് പാലക്കാടാണ് ഈ ഒരു സെല്ലറുടെ വീട്. അവിടെ നിന്ന് അയച്ചു തന്നതാണ് കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള ഹെൽത്തി കട്ടിങ്സ് ആണ് തരുന്നത്. ഇപ്പോൾ അവർക്ക് സെയിലിന് പോർട്ടുലാക്ക മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഒരു മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പർസ്ലൈനും അതുപോലെ തന്നെ ജംബോ വെറൈറ്റീസും നമുക്ക് സെയിലിന് ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ 30 വെറൈറ്റീസ് തന്നെ 30 കളറ് നമ്മുടെ വീട്ടിലേക്ക് നമുക്കൊരു കൗതുകമല്ലേ. ചെടികളൊക്കെ ഇങ്ങനെ വളർത്താമെന്ന് പറയുന്നത്. മറ്റുള്ള ചെടികളുടെ പൂക്കൾക്ക് പരാഗണം നടത്താനും നമ്മുടെ ഈ 10 മണി പോലെയുള്ള അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചെടികൾ ഏറ്റവും നല്ലതാട്ടോ. ഇത് നല്ല ഭംഗിയായിട്ട് ഇനി ഒരു 5-6 മാസത്തോളം നമ്മുടെ വീട്ടിൽ പൂ ഉണ്ടായി നിൽക്കും. അപ്പോൾ മഴക്കാലത്ത് ഇത് പോയതുകൊണ്ടാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഉണ്ടായിരുന്നതാണ്. ഞാൻ അതിനു മുമ്പ് നിങ്ങൾക്ക് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതേപോലെയുള്ള ഈ കട്ടിങ്സ് 2 എണ്ണം വീതം ഒരു കളറിൻ്റെ അങ്ങനെ 30 വെറൈറ്റീസ് വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. നിങ്ങൾക്ക് അയച്ചു തരും. ഡീറ്റെയിൽസൊക്കെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ അവരത് പറഞ്ഞു തരും. അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്തോളൂ. അപ്പം ഞാൻ ഇനി ഈ ഒരു ചെടികളൊക്കെ ഒന്ന് ഹാങ്ങിങ് പോട്ടിലൊക്കെ നട്ട് അതിൻ്റെ പൂക്കളുണ്ടാകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. 10 മണി നടാനായിട്ട് ഏറ്റവും നല്ല മിശ്രിതം ചാണകപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് എല്ലുപൊടിയും കൂടി ചേർന്ന മിശ്രിതമാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ ഹെൽത്തായിട്ട് വരും. അല്ലെങ്കിൽ ഇങ്ങനെ നാര് പോലെ വളരും. അപ്പോൾ ഞാൻ ഇതിനകത്ത് നട്ടതിന് ശേഷം വരുന്ന ഇതുപോലെയുള്ള കൂമ്പ് നുള്ളി കളയുന്നുണ്ട് കേട്ടോ. ഈ ഒരു മുട്ട് നമ്മൾ നിർത്തുന്നില്ല, നമ്മൾ നുള്ളി കളഞ്ഞിട്ടാണ് നടുന്നത്. അപ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ ഇതിനകത്ത് നിന്ന് ഒത്തിരി ശാഖകൾ വന്ന് നമ്മുടെ ചട്ടി മുഴുവൻ നിറയും. അപ്പോൾ ഞാൻ ഈ ഒരു മുട്ട് വിരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇതുപോലെ നുള്ളി കളയും. അപ്പോൾ നമുക്ക് കുറേ ശിഖരങ്ങൾ വരും. അപ്പോൾ ഹാങ്ങിങ് ബോട്ടിലും അല്ലാതെയും ഞാൻ എല്ലാം നട്ടു. ഇനിയും കുറേയും കൂടി നടാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പൂക്കളായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഷെയർ ചെയ്യാം കേട്ടോ. 10 മണിക്കും അതുപോലെ ഏത് ചെടികൾക്കും വേണ്ടത് നല്ല വെയിലുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് പൂ ഉണ്ടാവാനായിട്ട് ഏറ്റവും നല്ലത്. അപ്പോൾ വെയിലുള്ള ഭാഗം നോക്കി വെക്കാനും കൂടി മറക്കരുത് കേട്ടോ.